just you and I, perfectly alone. Darling, I'm not scared to die. Oh, I was calling all alone, waking up in Barcelona, breathing in the coast. Run, you were shining like the summer sun, distracting me from everyone and the things I fear the most. But on the highway, oh, I could stay on with you. On the highway, oh, I could stay on with you. We're perfectly alone. Darling, it's just you and I. Perfectly alone. Darling, I'm not scared to die. Perfectly alone. Darling, it's just you and I. We're perfectly alone. Darling, I'm not scared to die. Slow fever dreams of indigo. Stars are floating down below. I'm waking in your arms. But on the highway, oh, I could stay on with you. On the highway, oh, I could stay on with you. We're perfectly alone. Darling, it's just you and I. Perfectly alone. Darling, I'm not scared to ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും കൃപാനിധേ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും കൃപാനിധേ. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോന് സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോന്
സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാൻ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സൃഷ്ടാവേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ യഹോവയെ വാഴ്ത്തുക. എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശ്വനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. വിശ്വസ്തനായ ഞങ്ങളുടെ ദൈവമേ, വാഴ്ത്തപ്പെട്ട സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട പുതിയ ദിവസത്തിനും പ്രഭാതത്തിൽ കർത്താവെ ഞങ്ങൾക്ക് ഒരുമിച്ച് കുടുംബമായി അവിടുത്തെ മുഖത്തേക്ക് നോക്കി സ്തോത്രം ചെയ്ത് നന്ദി പറഞ്ഞു പ്രാർത്ഥിപ്പാൻ ഈ അനുഗ്രഹിക്കപ്പെട്ട സമയം ഞങ്ങൾക്ക് തന്നതോർത്ത് സ്തോത്രം. കർത്താവെ, നീ ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളെ സൂക്ഷിക്കുകയും ഞങ്ങളുടെ എല്ലാ ജീവിതാനുഭവങ്ങളിലും ഞങ്ങൾ ആഗ്രഹിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ക്രിസ്തുയേശുവിൽ ജയോത്സവമായി ഞങ്ങളെ സൂക്ഷിക്കുന്ന ഒരു കർത്താവോടുന്നാകിയാൽ സ്തുതി. കർത്താവെ, കണ്ടു കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും ഒരു മനുഷ്യരുടെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത വഴികളിലൂടെ നീ ഞങ്ങളെ നടത്തുമ്പോൾ കർത്താവെ, ഞങ്ങളുടെ ആഗ്രഹങ്ങളെയും താല്പര്യങ്ങളെയും സ്വപ്നങ്ങളെയൊക്കെ തക്ക സമയത്ത് മാനിക്കുമ്പോൾ, ഞങ്ങളുടെ കണ്ണുനീരിന് കർത്താവെ മറുപടി സമയത്ത് തരുമ്പോൾ, ഞങ്ങളുടെ ആഗ്രഹങ്ങളെ അവിടുന്ന് സഫലമാക്കി തരുമ്പോൾ, സങ്കീർത്തനക്കാരോട് ചേർന്ന് കർത്താവെ എല്ലായ്പ്പോഴും സ്തോത്രമെന്നയാൻ കഴിക്കുമെന്ന് പറയുവാനുള്ള വിശ്വാസവും ധൈര്യവും പ്രത്യാശയും തരികയും എല്ലായ്പ്പോഴും നന്ദിയോടും സ്തോത്രത്തോടും നിന്റെ സന്നിധിയിൽ അടുത്തു വരുന്നതിനും നിന്നിൽ നിന്ന് കൃപകൾ പ്രാപിക്കുമ്പോൾ വിനയത്തോടും സമർപ്പണത്തോടും ജീവിക്കുന്നതിനും നീ ഞങ്ങളെ ഒരിക്കലും സഹായിക്കുകയും ചെയ്യുന്ന ഓർത്ത് സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളും നിന്റെ ദാനമാണല്ലോ കർത്താവെ. ഞങ്ങൾക്ക് തരുന്ന കുടുംബജീവിതവും അതിൻ്റെ ധന്യതകളും ഞങ്ങളുടെ കുഞ്ഞുങ്ങളും അവരുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങളും എല്ലാം കർത്താവെ, നീ ഞങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടൊന്ന് മാത്രം, നീ ഞങ്ങളെ കരുതുന്നുകൊണ്ടൊന്ന് മാത്രം ഞങ്ങൾ അനുഭവിക്കുന്നൊരു വലിയ ബോധവും ബോധ്യവും അല്ല ഇപ്പോഴും ഞങ്ങളെ ഭരിക്കുന്നത് ഓർത്ത് സ്തോത്രം. കർത്താവ് വാത്സല്യ ഭവനത്തെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കട്ടെ. ഈ ദേശത്ത് വാർത്ത് കർത്താവിൻ്റെ മക്കളോട് സഹോദരങ്ങളോടും പ്രിയപ്പെട്ടവരോടും ചേർന്ന് അനുഗ്രഹത്തോടെ സാക്ഷ്യമുള്ളവരായി ജീവിപ്പാൻ കഴിഞ്ഞ കാലങ്ങളിലും ഈ നാളുകളിൽ നിന്റെ മക്കളെ ഇടയാക്കുന്ന ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അവരുടെ ജീവിതാനുഭവങ്ങളെല്ലാം അവിടുത്തെ കരുതുള്ള ഓർത്ത് സ്തോത്രം. പ്രിയപ്പെട്ട സന്തോഷനെയും ഭാവി ഓർത്ത് സ്തോത്രം ചെയ്യട്ടെ. ഒരു കുടുംബജീവിതത്തിനാകുന്ന നന്മകൾക്കായി സ്തുതി. കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിച്ചത് ഓർത്ത് സ്തോത്രം. പ്രത്യേക റോഷത്തിനെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവൻ്റെ ജനനം മുതൽ ഇതുവരെയും വ്യത്യസ്തങ്ങളെ അനുഭവങ്ങളോട് നീ അവനെ നടത്തി വളർത്തി സൂക്ഷിച്ച കൃപകൾക്കായി സ്തോത്രം. നല്ല വിദ്യാഭ്യാസവും ജീവിത സാഹചര്യവും ജോലിയൊക്കെ നൽകിയത് ഓർത്ത് സ്തുതി. നിന്റെ മക്കളുടെ ആഗ്രഹം പോലെ തക്ക സമയത്ത് കർത്താവെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കപ്പെടുവാൻ തക്കവണ്ണം ഒരു ജീവിത പങ്കാളിയെ അവിടുന്ന് കാട്ടിക്കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം.
നിധിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരുടെ സഹോദരിയും കുടുംബത്തിനു വേണ്ടി, അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, പ്രത്യേകം അവരുടെ കുടുംബാംഗങ്ങളായ പ്രിയപ്പെട്ട അച്ഛന്മാർക്ക് വേണ്ടി ഒക്കെ ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അവളും കർത്താവെ ഇന്ന് നിന്റെ മക്കൾ ഇരുവരോടെ ചേർന്ന് വിശുദ്ധ വിവാഹ കൂദാശയിലൂടെ കുടുംബത്തിൽ പ്രവേശിക്കപ്പെടുകയാണല്ലോ കർത്താവ്. ഇന്നത്തെ ശുശ്രൂഷയെല്ലാം അവിടുത്തെ സാന്നിധ്യം ഉണ്ടാകണമേ. നേതൃത്വം നൽകുന്ന ആചാര്യ ശ്രേഷ്ഠന്മാരെ അവിടെ നിന്ന് ബലപ്പെടുത്തിക്കൊള്ളണമേ. വിവിധയിടങ്ങളിൽ നിന്ന് വരാനുള്ള എല്ലാം നിന്റെ മക്കളെയും അവിടുന്ന് കൂട്ടിവരുത്തണമേ. സ്വർഗം സന്തോഷിക്കുന്ന കർത്താവെ, നിന്റെ കൃപ അനുഭവിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ദൈവാലയത്തിൽ നടത്തുവാൻ അവിടുന്ന് ഇടയാക്കുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. നിന്റെ മക്കൾ പ്രാർത്ഥനയോടും ഒരുക്കത്തോടും ഈ നാളുകളിൽ വിശുദ്ധ വിവാഹ കുദാശയ്ക്ക് വേണ്ടി ഒരുക്കപ്പെട്ടല്ലോ. ഇന്ന് ഈ കുദാശയിലൂടെ പ്രവേശിക്കപ്പെടുന്ന കുടുംബജീവിതം എല്ലാ ധന്യതകളും വാഴുകളും സമൃദ്ധമായി അനുഭവിപ്പാൻ തക്കണം ഇടയാക്കുന്ന മുഖാന്തരമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, തുടർന്നുള്ള ഭക്ഷണ ക്രമീകരണങ്ങളും റിസപ്ഷനും എല്ലാം അനുഗ്രഹകരമാക്കണമേ. ഇപ്പോൾ ഈ വാത്സല്യ ഭവനത്തിൽ തലവണയ്ക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേക നവീനെ ഓർത്തും സ്തോത്രം ചെയ്യുന്നു. സഹോദര കുടുംബങ്ങളെ ഓർക്കുന്നു, പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ബലഹീനമായ പ്രാർത്ഥന ഉന്നതമായ തന്റെ സിംഹാസനത്തുമ്പ കേട്ട് കൈക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന അവിടുന്നായാൽ സ്തുതി. ഇന്നത്തെ എല്ലാ ആവശ്യങ്ങളും, ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളും അവിടുത്തെ സാന്നിധ്യം ഉണ്ടാകണമേ. എങ്ങും ഒരു കുറവും വരുത്തല്ലേ. തിരുനാമം എല്ലാവരുടെ മഹത്വം എടുക്കണമേ. യേശുവിന്റെ നാമത്തിൽ അടിയങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കണമേ. ആമീൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, ഏകപുത്രന്റെ കൃപ, മാറ്റമില്ലാത്ത പരിശുദ്ധ റൂഹായുടെ സംസർഗം, സഹവാസം പ്രിയരെ നാം എല്ലാവരോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഇന്ന് നടക്കപ്പെടേണ്ട എല്ലാ ശുശ്രൂഷകളും ക്രമീകരണങ്ങളും പ്രത്യേക പ്രിയ മക്കളോടും കൂടിയിരുന്നു എല്ലാ നന്മകളും ഏറെ കൃപകളും നൽകി അനുഗ്രഹത്തോടും ദൈവകൃപയോടും കുടുംബത്തിന്റെ എല്ലാ ധന്യതകളോടും കൂടി സൂക്ഷിക്കുകയും അനുഗ്രഹിച്ച് വളർത്തുകയും ചെയ്യുമാറാകട്ടെ. May his hands keep you together as you walk through every weather. May his grace be your delight, morning sun and darkest night. Every step, each dream begun, guided by his faithful hand. May his peace fill your days and his love light all your ways. May your hearts forever be bound in faith and harmony through the years. May love grow true every day, made new with you. May his word be your foundation In your laughter and your pain, when you rise or when you fall. he'll be near through it all. Let forgiveness be your song. Be your song. Let compassion make you strong. Hand in hand with eyes above, walk forever in his love. May his peace fill your days and his love light all your ways. Every dawn and setting sun, praise the Lord for two made one through the years. May love grow true every day, made new with you. Now together, Side by side, love eternal, sanctified. heart beats fast, colors and promises. How to be brave? How can I love when I'm afraid to fall?
watching you stand alone. All of my doubt suddenly goes away somehow. One step closer. I have died every day waiting for you, darling. Don't be afraid. ഈ വിശുദ്ധ വിവാഹ കൂദാശയ്ക്ക് നേതൃത്വം നൽകുന്ന മണവാട്ടിയുടെ പിതൃ സഹോദരി ഭർത്താവ് ബഹുമാനമുള്ള ജോൺസൺ, മണവാട്ടിയുടെ പിതാവിന്റെ സഹോദരൻ KG തോമസ് അച്ഛൻ, ഈ ഇടവയുടെ മുൻവികാരിമാരായ ബഹുമാനമുള്ള ഡോക്ടർ ഐ ജോസഫ് അച്ഛൻ, അലക്സാണ്ടർ തോമസ് അച്ഛൻ, അലക്സാണ്ടർ കരയനച്ഛൻ, നമ്മുടെ എല്ലാവരുടെയും സീനിയർ വൈദികരായ ബഹുമാനപ്പെട്ട പി അലക്സാണ്ടർ അച്ഛൻ, ഈ ഇടവാംഗങ്ങളായ ബഹുമാനപ്പെട്ട A ജോൺസൺ, തോമസ് കോശി അച്ഛൻ, ജിജി അച്ഛൻ, MJ ചെറിയാൻ അച്ഛൻ, അജയ് അച്ഛൻ, കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നിങ്ങളെല്ലാവരെയും പ്രത്യേകിച്ച് ബഹുമാനമുള്ള അച്ഛന്മാരെ ഈ വിശുദ്ധ വിവാഹ കൂദാശയിലേക്ക്, ഈ കുടുംബത്തിന് വേണ്ടി ഒരു മേൽ മാർത്തമ ഇടവയ്ക്ക് വേണ്ടി ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒരു കൂദാശി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ സാന്നിധ്യവും സാമീപ്യവും കൃപകളും അനുഗ്രഹങ്ങളും അനുഭവിക്കുന്ന മുഖാന്തരമാണ്. നമ്മുടെ മക്കളായ പ്രിയപ്പെട്ട റോഷിനും നിധി ഈ വിശുദ്ധ വിവാഹ കൂദാശിയുടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കപ്പെടാൻ ഒരുക്കപ്പെടുമ്പോൾ കുടുംബത്തിൽ പ്രവേശിക്കപ്പെട്ട പ്രിയമക്കളും ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച് നമ്മളെല്ലാവരും ഒരുപോലെ ദൈവകൃപ അനുഭവിക്കാൻ തക്കവണ്ണം നിങ്ങളെല്ലാവരും വളരെ പ്രാർത്ഥനയോടെ ശുശ്രൂഷയിൽ സംബന്ധിക്കണം എന്ന സ്നേഹത്തോടെ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. വിശ്വവിവാഹദാശയുടെ ആദ്യോട അന്തം പ്രാർത്ഥനയോടെ നിങ്ങൾ ദൈവാലയത്തിനുള്ളിൽ തന്നെ തുടരണം. അലക്ഷ്യമായി നിൽക്കുന്നതിനോ ദയവായി ഇടയ്ക്ക് ഇറങ്ങിപ്പോകുന്നതിനോ ഇടയാകരുത്. നിങ്ങളുടെ മൊബൈൽ ഫോണുകൾ സൈലന്റ് മോഡിലാക്കി സൂക്ഷിക്കണം. ഫോട്ടോഗ്രാഫേഴ്സ് വീഡിയോഗ്രാഫേഴ്സ് ഒരു സ്ഥലത്ത് നിൽക്കണം. നിങ്ങൾക്ക് പുറകോട്ട് പോയി പണമെടുക്കാൻ സമയവും സാവകാശവും നൽകുന്നതാണ്. പ്രിയമുള്ളവരെ, ദൈവകരങ്ങളിൽ നമുക്ക് പ്രാപിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും സുന്ദരവും അനുഗ്രഹകരമായ ക്രിസ്തീയ കുടുംബജീവിതവും അതിന്റെ ധന്യതകളും വാഴവുമാണ്. അതിനുള്ള ഭാഗ്യം കർത്താവ് നമുക്ക് നൽകിയിരിക്കും. നമ്മുടെ മക്കളും അപ്രകാരമുള്ള അനുഗ്രഹകരമായ അനുഭവത്തിൽ പ്രവേശിക്കപ്പെടുമ്പോൾ നമ്മുടെ പ്രാർത്ഥനാപൂർവ്വ പങ്കാളിത്തം അവരുടെ ജീവിതാനുഭവങ്ങൾ സമർത്ഥമായ ദൈവകൃപയ്ക്ക് മുഖാന്തരമായി തീരണം. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കണമെന്ന് സ്നേഹത്തോട് ഓർക്കുകയും ചെയ്ത് ഇപ്പോൾ കാര്യസംഘം പ്രാരംഭ ഗാനം ആരംഭിക്കും. Oh
ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു, ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു, ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ പോലെ ഞങ്ങളെ പ്രവേശിക്കാതെ എന്തുകൊണ്ടാലും ശക്തിയുമാകുന്നു എന്നേക്ക് നിലപാടുന്നു. ദൈവമായ കർത്താവേ, നിന്നോടുകൂടെയുള്ള അഴിവില്ലാത്ത സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്നിൽ ഞങ്ങളുടെ സന്തോഷങ്ങളുടെ ആരംഭവും ഞങ്ങളുടെ ആനന്ദത്തിന്റെ ഒരു ഞങ്ങൾക്കുണ്ടാകുമാറാകണമേ. നിന്നിൽ ഞങ്ങളുടെ ദേഹികമാത്മാക്കൾ സന്തോഷിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ സങ്കടങ്ങൾ മാഞ്ഞു പോവുകയും നിന്റെ അനുഗ്രഹത്താൽ നന്മകൾ വർദ്ധിക്കുകയും ഞങ്ങളുടെ വാഴുകൾ സമൃദ്ധിയായി തീരുകയും ഞങ്ങളുടെ മണവാൾ പൂർണ്ണതപ്പെടുകയും ഞങ്ങളുടെ മണവാൾ ബഹുമാനപ്പെടുകയും ചെയ്യുമാറാകണമേ. നിന്നോടുകൂടെയും ആദ്യത്തെ പ്രസാദിച്ചിട്ടുള്ള സർവശുദ്ധന്മാരോടുകൂടെയും മാഞ്ഞു പോകാത്ത ഭാഗ്യങ്ങൾ നിന്റെ പരിശുദ്ധന്മാരുടെ സംഘങ്ങളിലും നിന്റെ സംഘങ്ങൾ ഞങ്ങൾ സന്തോഷിക്കുമാറാകണമേ. പിതാവ് പരിശുദ്ധമായ ദൈവമേ, സ്തുതിയും സ്തോത്രവും നിനക്കേ. പിതാവും പുത്രനും പരിശുദ്ധനുമായ ദൈവമേ, ഇവർ നമ്മളെ കാലമൊക്കെ
വാഴ്ത്തുപുറത്തും തങ്ങൾ കൈക്കൊള്ളുകയും ചെയ്തതെന്ന് ഇവർക്ക് പൂർണ്ണമായിരിക്കുമാറാകണമേ. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിന്റെ അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. എല്ലായ്പ്പോഴും നിരന്തരം കരയറ്റുവാൻ യോഗ്യതയുള്ളവരായി തീരണം. ജാതികളുടെ പ്രിയയെ എനിക്ക് സഭയായി തിരഞ്ഞെടുത്തി നിഷ്കളങ്കമായ സകലമാലിന്യങ്ങൾ പിഴയുന്നതിനെ വെളിപ്പാക്കുകയും ഭൗമസഭയെ വിവാഹം നിശ്ചയിക്കുകയും താൻ അതിന് വിവാഹം നിശ്ചയിക്കപ്പെട്ടവനായി തീരുകയും മ്ലേച്ഛാവിശാദിനെ വെളിപ്പെടുത്തുകയും സകല കടലിൽ നിന്നും പാപമുള്ളതിനെ സ്വാതന്ത്ര്യപ്പെടുത്തുകയും ചെയ്ത സ്വർഗീയമാനായിരിക്കുന്ന തമ്പുരാൻ തന്റെ മോദരമായിട്ട് ശുശ്രൂഷ ഗുണമാക്കപ്പെടുന്നതിന് നമ്മുടെ ആയുസ്സിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും യോഗ്യമായിരിക്കുന്നു. മനുഷ്യരുടെ സകലവിധ അറിവുകൾക്ക് മേലായി അവതരപ്പെട്ടിരിക്കുന്നവനും നന്മകളിൽ സർവദാ സമൃദ്ധിയുള്ളവനും സകല നന്മകളിൽ പകർന്നിരിക്കുന്നവനും ദൈവികമായ അനുഗ്രഹങ്ങളുടെ ഉറവും നന്മകളുടെ ധന്യമായിരിക്കുന്നതിനുമായ കർത്താവേ, നാശമില്ലാത്തതും സകല കണ്ടതിൽ നിന്നും വനത്തിൽ നിന്നും നിത്യമായി എഴുതിയിരിക്കുന്നതുമായ വെളിപ്പുള്ള മോദനത്താൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സന്തോഷങ്ങൾ ദൈവമായി ഉണരപ്പെടുവാനും വിവാഹം ചെയ്തിട്ടുള്ളവരുടെ ആനന്ദം മോദനത്താൽ പരിപൂർണമായി നിറവേറുവാനും നിയമിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ബലഹീനദാസരായ ഞങ്ങൾ സന്തോഷത്തോടെ വാഴ്ത്തുന്ന ഈ മോദനങ്ങളെ നീ വാഴ്ത്തണമേ. ഈ മോദനങ്ങളെ നീ വാഴ്ത്തണമെന്നും ശാപമായതിനെ കാര്യങ്ങളും അവയാൽ അനുഗ്രഹമാക്കി തീർക്കണമെന്നും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, വിശുദ്ധ സഭയുടെ മോദനത്തെ നീ അനുഗ്രഹിച്ച പ്രകാരം നിന്റെ ദൈവികമായ അനുഗ്രഹം കൊണ്ട് ഈ മോദനങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, നിങ്ങളുടെ ഭക്തനാകത്തെ മണവാളനെയും ഞങ്ങളുടെ ഭക്തിയാകത്തെ മണവാട്ടിയും ജ്ഞാനത്തിൽ തികഞ്ഞവൻ പൂർണ്ണതയുള്ളവരും ആക്കണമേ. കർത്താവേ, കൃപ ചെയ്ത വിഭാഗം സകല മാലിന്യങ്ങളിൽ നിന്നും വെറുപ്പുകളിൽ നിന്നും അകന്നിരിക്കുന്നതാക്കണമേ. ദൈവമായ കർത്താവേ, ഈ ലോകത്തിലും പരിപാലിക്കുന്ന ലോകത്തിലും കഴിവില്ലാത്തവർക്കും ഇവരെ സന്തോഷിപ്പിക്കണമേ. ഒഴിഞ്ഞു പോകുന്ന കൊടവയുടെ ആയുഷ്കാലം ഒഴിഞ്ഞ വിധമാകണമേ. അലങ്കരിക്കണമേ. വിവേകമാരും പാകന്മാരും ഇടപെടാ സന്തോഷിക്കുന്നതുമായ നിന്റെ സത്യമണവയ്ക്കും ആനന്ദമരവരെ അടുപ്പിക്കണമേ. കർത്താവേ, നിന്റെ തിരിച്ചു നിൽക്കുന്ന ഈ കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും വരപ്പെടുന്ന പിഴകളിലും സ്നേഹപൂർവ്വം നീ സ്വാതന്ത്ര്യപ്പെടുത്തണമേ. നിന്നാലും അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരിച്ചെന്ന് പതിവരാതെ കൊണ്ടുവന്ന് നിന്നെയും നിന്റെ എല്ലാവരെയും വിശുദ്ധർക്കായി ഇടപെടാതെ സ്തുതിക്കുകയും ചെയ്യുവാനാകണമേ. ആയിരിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. സത്യപ്രണവാനായോടെ അല്ലിയുടെ വിവാഹം ചെയ്യുകയും നിന്റെ സ്നേഹത്തോടെ സന്നിധിയിൽ നിൽക്കുന്ന ബലഹീനരായ മുഖാന്തരം അവരുടെ മധ്യസ്ഥയായി നിന്നെ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഇതിന്റെ അധികാരിൽ നിന്ന് ശ്രേഷ്ഠ നടപടികളാകുന്ന പ്രാർത്ഥനയും ഇപ്പമുള്ള പരിമളം വീഴ്ചുവാൻ ഇവരെ യോഗ്യതയുള്ളവരാക്കണമേ. സത്യസ്നേഹവും നിരപുത്രമാകാനും ഭിന്നിച്ചു പോകാതെ ഉണ്ടായിരിക്കുമാറാകണമേ. ആത്മാവിനും ശരീരത്തിനെ കാത്തുകൊള്ളുവാൻ ഇവരെ ശക്തിപ്പെടുത്തണമേ. ഇതൊക്കെ നിന്റെ പിതാവിനും പരിശുദ്ധവുമായും സ്തുതിയും സ്തോത്രവും ഇവർ കരയുകയും ചെയ്യുവാനാകണമേ. ഈ മോദനങ്ങളെ വാഴ്ത്തുന്ന പിതാവിനും പുത്രനും പരിശുദ്ധരും
ഭോജനത്തെ സ്വീകരിക്കുക. ആത്മാവിന്റെയും ശരീരത്തിന്റെയും സ്വസ്ഥതയാലും ഹൃദയ സന്തോഷത്താലും തനിക്ക് തന്റെ പിതാവിനും തന്റെ പരിശുദ്ധനുമായും സ്തോത്രം നീ കരയുകയും ചെയ്യണം. മനുഷ്യവർഗത്തെ ദ്വേഷിക്കുന്ന വൃദ്ധന്മാരും അസൂയക്കാരനായ മനുഷ്യരും ദൈവം ഇവരെ രക്ഷിക്കട്ടെ. വിവാഹത്തിന് ദുർബലാത്മാക്കളും ഇവരെ താൻ വിടുവിക്കട്ടെ. കർത്താവിന്റെ അടുക്കലുള്ള നന്ദിയുള്ള കാലങ്ങളും അനുഗ്രഹകരമായ നാളുകളും ഇവർക്ക് നൽകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ ശ്രേഷ്ഠതകളാകുന്ന ബലഹീന പാപങ്ങളുമായ അപേക്ഷകൾ കേട്ട് വാഴുന്ന മക്കളെ സന്തോഷമുള്ള കാലങ്ങളെയും ഇവർക്ക് നൽകണമേ. സൽപ്രവൃത്തികളാകുന്ന സമ്പത്തിൽ വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. നിന്നുള്ള സത്യവിശ്വാസത്തിൽ വരെ സ്ഥിരപ്പെടുത്തണമേ. അതിൽ നൽകുന്നവരും തങ്ങളുടെ മക്കൾക്ക് അതിനെ അവകാശമാക്കി കൊടുക്കുന്നവരുമായിരിക്കാൻ ഇവർക്ക് കൃപ നൽകണമേ. ഈ കല്യാണത്തിൽ ഇവർ തുടരണമേ. നിന്റെ നന്മകളും വാഴും വർദ്ധിപ്പിക്കണമേ. ദൈവം ശ്രീവായാലും മണവാട്ടിയും കാത്തുകൊള്ളണമേ. പിതാവും പരിശുദ്ധവുമായ ദൈവമേ, ഞങ്ങളെല്ലാവരും നിങ്ങൾ വർഷിപ്പിക്കുകയും ചെയ്യണമേ.
ഗായകസംഘം ഒരു പാട്ട് പാടുന്ന സമയത്ത് ഫോട്ടോഗ്രാഫേഴ്സും വീഡിയോഗ്രാഫേഴ്സും പുറകോട്ട് പോയി പണമെടുക്കാം. പാട്ട് അവസാനിക്കുമ്പോൾ മടങ്ങി തൽസ്ഥാനത്ത് നിൽക്കും. ദൈവമായ കർത്താവേ, മാഞ്ഞുപോകാത്ത കല്യാണത്തിൽ അഴിഞ്ഞുപോകാത്ത നമ്മളാർക്കും ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കേണമേ. ആ കല്യാണത്തിൽ നിന്ന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന തോഴ്മക്കാരോടുകൂടെ നിന്റെ നിത്യസന്തോഷങ്ങൾ ഞങ്ങളെ ക്ഷണിക്കണമേ. ഞങ്ങൾ അവരോടുകൂടെയും അവരുടെ ഇടയിലും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുകയും ചെയ്യുമാറാകണമേ. നമ്മുടെ പൂർവ്വമാതാപിതാക്കളെ അനുഗ്രഹിച്ച ദൈവം ഈ മണവാളിനെ മണവാട്ടി അനുഗ്രഹിക്കണമേ എന്നുള്ളതായ ആശീർവാദദാനമാണ് പാടുന്നത്. ആ അനുഗ്രഹത്തെ സ്വീകരിക്കുന്ന അടയാളമായി പട്ടക്കാൽ കുരിശ് വരയ്ക്കുമ്പോൾ മണവാളിനും മണവാട്ടി മണൽ കുരിശ് വരയ്ക്കേണ്ടതാകുന്നു. ദേവാ
ചെയ്യണമെന്ന് എല്ലാവർക്കും പ്രതിവാക്യമായിട്ട് അത്യുന്നതങ്ങളിൽ അഗ്നിമാരുടെ കൂട്ടങ്ങൾ തന്നെ
പ്രവിശ്യയിലുകയും അവരുടെ വാതിന്റെ കരുണയുടെയും അപരിമയവാദനും ദൈവയുടെ ധാരാളം ത്യാഗികളെയും ഞങ്ങളുടെ സ്ഥിതികളിൽ സന്തോഷിക്കുകയും ബലഹീനരും മൺമേലുമായ ഞങ്ങളുടെ ശുശ്രൂഷയിൽ പ്രസാദിക്കുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, എല്ലാ സ്ഥലങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠതയുടെ അധികാരത്തിൽ വസിക്കുന്നവരും പ്രത്യേകമായി അടുത്ത് വന്ന് നിന്റെ കരുണയുടെ കീഴിലും നിന്റെ ദൈവയുടെ ചെറിയ കീഴിലും അഭിപ്രാപിച്ചിരിക്കുന്നവരുമായ നിന്റെ അടിയാരെ നീ വാഴ്ത്തണമേ. ഇവർ തങ്ങളുടെ സകല പ്രവൃത്തികളിലും ഉത്തമരായിരിക്കാൻ ഇവരെ നീ സുഖത്തോടെ രക്ഷിച്ച് സന്തോഷിപ്പിക്കണമേ. കർത്താവേ, ഇവരെ കാത്ത് സ്വർഗരാജ്യത്തിലേക്ക് സംഗതിയാക്കണമേ. നിന്റെ പരിശുദ്ധതയുടെ വാർഷികത്തേക്ക് അടുത്തു വരുവാനും ശാപിക്കപ്പെട്ട സാത്താന്റെ അടിമയിൽ ഓടിപ്പോകുവാൻ ഇവരുടെ ഹൃദയങ്ങളെ ഒന്നാക്കണമേ. നിന്റെ ആത്മീയ മുന്തിരിത്തോട്ടത്തിൽ നീതിയുടെ വേലക്കാരും നിന്നോടുള്ള ഭയഭക്തിയുടെ തീക്ഷ്ണതയിലും നിന്റെ കൽപ്പനകളിലും അനുഷ്ഠാനങ്ങൾ താല്പര്യമുള്ളവരാകുവാൻ ഞങ്ങൾക്കും ഇവർക്കും ഇടയാക്കണമേ. കർത്താവേ, നിന്റെ പരിശുദ്ധന്മാരുടെ സംഘങ്ങൾക്ക് തുല്യരും അന്യനും സ്നേഹിക്കുന്നവരും തിന്മപ്പെട്ടവരെ ദേഷിക്കുന്നവരും നിന്റെ ദൈവത്വത്തിന് അനുസരണമുള്ളവരുമായിട്ട് ഞങ്ങളെ ആക്കണമേ. നിന്റെ സ്വർഗരാജ്യത്തിൽ ആനന്ദിപ്പാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. നല്ലവനും മനുഷ്യരെ സ്നേഹിക്കുന്നവരും നീ ആകിയാൽ നിനക്ക് നിന്റെ പിതാവിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയേറ്റുന്നു. ഹോശോ ബഹുലുസുബാനിൽ ഹോർമിൻ. വെള്ളത്തെ നല്ല വീഞ്ഞാക്കി മാറ്റുകയും ചെയ്ത സത്യത്തിന്റെയും നീതിയുടെയും മണവാളനായി ഇപ്പോഴും മനുഷ്യരെ സ്നേഹിക്കുന്ന കർത്താവേ, നിന്റെ കൃപയാൽ ഞങ്ങളുടെ പ്രാർത്ഥനകളെ കൈക്കൊണ്ട് നിന്റെ വിശുദ്ധ മഹോയുടെ മുമ്പാകെ തങ്ങളുടെ കക്ഷികളെ ഉണക്കിയിരിക്കുന്ന ഈ നിന്റെ അടിയാരെ നീ വാഴ്ത്തണമേ. അനുഗ്രഹങ്ങളും കരുണയും നിറഞ്ഞിരിക്കുന്ന നിലവലങ്ങി ഇവരുടെ മേൽ ആവസിപ്പിക്കണമേ. നിന്റെ ആത്മീയ മണവറയിൽ ഇവരെ നീ സന്തോഷിപ്പിക്കണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകളെ ആചരിക്കുകയും ചെയ്തിട്ടുള്ള വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന കല്യാണ വിരുന്നിന് ഞങ്ങളെല്ലാവരെയും നീ യോഗ്യതയുള്ളവരാക്കണമേ. ഞങ്ങളും ഇവരും നിന്റെ വലതുഭാഗത്ത് നിന്റെ കരുണയെ കണ്ടുകൊണ്ട് നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുമാറായണമേ. ഹോശോ ബഹുലുസുബാൻ ഹലവൽമീൻ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ നാമത്തിൽ എല്ലാവരും വേണ്ടി എല്ലായ്പ്പോഴും പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരായിരിക്കും. മശിഹായുടെ സ്നേഹതാരണ്യവും കീഴ്പ്പെടുന്നവരായിരിക്കും. സ്ത്രീകളെ നമ്മുടെ കർത്താവിനെന്ന പോലെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കും. എന്തുകൊണ്ടെന്നാൽ മശിഹാ സഭയുടെ തലയും ശരീരത്തിന്റെ രക്ഷിതാവുമാകുന്ന പ്രകാരം പുരുഷൻ സ്ത്രീയുടെ തലയാകുന്നു. സഭ മശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാർ തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെട്ടിരിക്കണം. പുരുഷന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. മശിഹായെ തന്റെ സഭയെ സ്നേഹിക്കുകയും ജലസ്നാനത്താലും വചനത്താലും അതിനെ ശുദ്ധീകരിച്ച് വെടിപ്പാക്കുവാനും മഹത്വമുള്ളതായും മാലിന്യവും കറയും ഇവയ്ക്ക് സമമായി യാതൊന്നുമില്ലാതെ വിശുദ്ധിയും നിഷ്കളങ്കവുമായി തനിക്ക് തന്നെ സഭയായി അതിനെ നിവർത്തുവാനും അതിനുവേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തതുപോലെ തന്നെ ഇപ്രകാരം തങ്ങളുടെ ശരീരങ്ങൾ എന്നതുപോലെ തങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുവാൻ പുരുഷന്മാർക്ക് ന്യായമാക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരരെ, ഭയത്തോടും മനസ്സോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാം
വെച്ച് അവരെ സൗഖ്യമാക്കി. പരീശന്മാർ അവന്റെ അടുത്ത് വന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് യാതൊരു കാരണത്താൽ ജീവിതത്തിന് ഭാര്യ വെട്ടിപ്പാൻ ന്യായമാകുന്നുവോ എന്ന് ചോദിച്ചു. അപ്പോൾ താൻ ഉത്തരമായി അറിയിച്ചത്, ആദിയിൽ സൃഷ്ടിച്ചവരെയാണ് വീണുമായി സൃഷ്ടിച്ചതെന്നും ഇതുകൊണ്ട് പരിശുദ്ധ പിതാവിനെയും തന്റെ മാതാവിനെയും വിട്ട് തന്റെ ഭാര്യയോട് ചേർന്നിരിക്കും, അവരിരുവരും ഒരു ജഡമായി തീരും എന്ന് അരുളി ചെയ്തു എന്നുള്ളത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമത്രേ. അതുകൊണ്ട് ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ജനങ്ങൾക്ക് വീണ്ടും ഇരിക്കാം. ശത്രുവിന്റെ സർവശക്തിക്കും നേരെ പോകാത്ത ആയുധം നിന്നെ ധരിക്കുകയും ചെയ്യുമാറാകട്ടെ. Manavar
നാശമില്ലാത്ത അഗ്നിതക്ക അലങ്കാരങ്ങളാൽ നിറഞ്ഞിരിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയേറ്റിക്കൊണ്ട് നിന്റെ ആയുഷ്കാലമൊക്കെയും സന്തോഷിക്കുമാറാകാം. മനുഷ്യരുടെ ആയുസ്സിൽ പ്രിയമുള്ള കർത്താവ് നിങ്ങളുടെ ആയുസ്സിലും പ്രിയപ്പെടുക. നിങ്ങളെ കാത്തുകൊള്ളട്ടെ. കൊല്ലുന്ന അസൂയയിൽ നിന്ന് ദൈവത്തെ രക്ഷിക്കട്ടെ. അന്യോന്യം നിങ്ങളെ താൻ സന്തോഷിപ്പിക്കുകയും നിങ്ങളുടെ ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസ്ഹാക്കിലും ഇസ്ഹാക്ക് യാക്കോബിലും യാക്കോബ് യോസേഫിലും സന്തോഷിച്ചതുപോലെ നിങ്ങളും അവരിൽ സന്തോഷിപ്പാനായിട്ട് കർത്താവ് നീതിയുള്ള മക്കളെ നിങ്ങൾക്ക് നൽകട്ടെ. ദൈവം ആകാശത്തിൽ നിന്ന് മഞ്ഞു ഭൂമി പുറപ്പെടുവിക്കുന്ന സകല നന്മകളും നിങ്ങൾക്ക് നൽകട്ടെ. യാക്കോബിന്റെ പുത്രനായ യോസേഫിനെ വാഴ്ത്തി നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞ ആ വാഴും നിങ്ങളുടെ മേൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും തന്റെ തിരുവിഷത്തെ പ്രസാദിപ്പിക്കുകയും ചെയ്തുള്ള അനുഗ്രഹം നിങ്ങളുടെ മേലും ഇന്ന് ബഹുമാനമുള്ള പട്ടക്കാരുടെ കൈകളാൽ നിങ്ങളുടെ തലയിൽ വയ്ക്കപ്പെട്ടിരിക്കുന്ന കിരീടങ്ങളുമേലും വസിക്കട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുക. സകല ജാതികളും സന്തോഷിച്ച് സ്തുതി പാടട്ടെ. ദൈവം ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പത്ത് കൊണ്ടും സകല പാൽ കൊണ്ടും നിങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തട്ടെ. അപാപിയാശരുടെ പാപം പരിഹരിച്ചതുപോലെ നിങ്ങളുടെ കടകളും പാപങ്ങളും പരിഹരിക്കപ്പെടുമാറാകട്ടെ. വലതുഭാഗത്തെ കള്ളനെ പോലെ നിങ്ങൾ സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരട്ടെ. ഇസ്രായേലിനെ പുറപ്പെടുവിച്ച മണവാട്ടിയുമായി ഉടമ്പടി ചെയ്യുവാൻ സീനായി പർവ്വതത്തിലിറങ്ങിയ തിരുവൻ നിങ്ങളെ നമ്മുടെ സർവസ്വരത്തെ വാഴ്ത്തുമാറാകട്ടെ. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനാം സ്വീകരിക്കുകയും ചെയ്യണം. Hallelujah.
ദൈവത്തിന്റെ ഭരണം നൽകുന്ന ഈ സമയത്ത് വിശ്വാസികളെ കരുതപ്പെടുമെന്ന് നമ്മുടെ വിശ്വദാസന്മാരിൽ നിന്നും നാം കൈക്കൊള്ളുകയും നമ്മുടെ ബഹുമാനപ്പെട്ട പൂർവികന്മാർ നമ്മെ ഫലമെടുത്തതുമായ ഒരു പതിവ് നമുക്കുണ്ട്. നമ്മുടെ മുൻപാകെ നിൽക്കുന്നവരോട് അവർ സത്യത്തിലും നീതിയിലും നല്ല പ്രവൃത്തിയിലും താല്പര്യമുള്ളവരും ജാഗ്രതയുള്ളവരും ആയിരിക്കാൻ വീണ്ടും ഉറപ്പായി നാം കൽപ്പിക്കണം. ഇപ്പോൾ ഞങ്ങളുടെ മക്കളെ നിങ്ങൾ ദൈവത്തിന് മുൻപാകെയും നമ്മുടെ കർത്താവായ സിംഹാസനമാകുന്ന ജീവന്റെ മേശന് മുൻപാകെയും ഈ വാട് മുൻപാകെയും വിശുദ്ധ ഏവന് മുൻപാകെയും ഈ യോഗത്തിന് മുൻപാകെയും വിചാരണ മുൻപാകെയല്ല അറിയുന്നതിന് മുൻപാകെയും അഭയം നിൽക്കുന്നവരെന്ന് കരുതിക്കൊള്ളുകയും ഇതാ ഞങ്ങൾ ഇന്നു മുതൽ നിങ്ങളെ തമ്മിൽ ചേർത്തിരിക്കുന്നു. ദൈവം ഞങ്ങൾക്കും നിങ്ങൾക്കുള്ളേ വധിച്ചതായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സ്ഥലത്തു നിന്നും ഞങ്ങൾ കുറ്റമില്ലാത്തവരായിരിക്കും. ദൈവത്തിൻ്റെ കൃപയും പട്ടക്കാരുടെ ക്ഷമാശന്മാരുടെ മേലും വിശ്വാസമുള്ള ജനത്തിന്മേലും മണവാട്ടികളുടെ മേലും വിന്യസിക്കപ്പെട്ടിരിക്കുന്ന മേലും ക്ഷണിക്കുന്നവരുടെ മേലും ഒന്നാവശ്യത്തെ വ്യാപിക്കുമാറാകട്ടെ. വലങ്കി എല്ലായ്പ്പോഴും ഇവരുടെ മേൽ പ്രാർത്ഥിക്കുകയും ചെയ്യട്ടെ. വിശ്വാസികളെ നിങ്ങൾ ഓരോരുത്തരും അവരുടെ ഭാര്യയുമായുള്ള ബന്ധം ഏത് വിധത്തിൽ ഇരുപ്പാൻ ന്യായമാകുമെന്ന് ഓരോരുത്തരും സൂക്ഷിച്ചുകൊള്ളണമെന്നുള്ള കൽപ്പന നിങ്ങളോട് എല്ലാവരോടും ആകുമെന്ന് പറഞ്ഞുകൊള്ളുകയും എന്തുകൊണ്ടാണ് ഇവരുടെ ശാസ്ത്രകാര്യം പിരിഞ്ഞ് ഇവരുടെ ഭർത്താവിനോട് ഒന്നിച്ചിരിക്കുന്നു. അതിനാൽ ഇവർ ഇനിയും ഇവിടെ പ്രസാദിപ്പിച്ച് നമ്മളോട് ദയവായി പ്രവർത്തിക്കണം. അവൻ വസ്ത്രമില്ലാതെയായിരുന്നാലും അവൾ വസ്ത്രം ധരിപ്പിക്കണം. അവൾ ഇഷ്ടത്തിരിക്കേണ്ടി വന്നാലും അവൾക്ക് ആഹാരം കൊടുക്കണം. അവൾ താമസിക്കേണ്ടി വന്നാലും അവൾക്ക് കുടിപ്പാനം കൊടുക്കണം. അവൻ അവളോട് ഏത് പ്രകാരം വർദ്ധിക്കണമോ അതുപോലെ അവളും അവനോട് വർദ്ധിക്കുകയും യോഗ്യമാവണ്ണം അവനെ ശുശ്രൂഷിക്കുകയും ചെയ്യേണ്ടത് ന്യായമാകുമല്ലോ. അവൾ സകലത്തിലും സ്നേഹത്തോടും പ്രേമത്തോടും അവരോട് വർദ്ധിക്കുകയാണ്. നമ്മുടെ കർത്താവായ ശുശ്രൂഷ ഞങ്ങളുടെ എല്ലാവരുടെ പേരും ഇതുവരെ ഞങ്ങൾ രണ്ടായിട്ട് ജീവിച്ചിരുന്നു. രണ്ട് കുടുംബങ്ങളിൽ രണ്ട് മാതാപിതാക്കളുടെ മക്കളായിട്ട് ജനിച്ചു വളർന്നു. ഇന്നു മുതൽ കർത്താവ് നിങ്ങളെ ഭാര്യ ഭർത്താക്കന്മാരായി സംയോജിപ്പിച്ചിരിക്കുന്നു. ക്രിസ്തീയ കുടുംബജീവിതം ഒരു വലിയ ചുമതലയും വലിയ പദവിയുമുണ്ട്. തമ്മിൽ വധിക്കുകയും ക്ഷമിക്കുകയും പരസ്പര ധാരണ ഉണ്ടാകുന്നതിനായി ശ്രമിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നവരും മറ്റുള്ളവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരുമായിരിക്കും. ദരിദ്രരെയും പരദേശികളെയും ബുദ്ധിമുട്ടിരിക്കുന്നവരെ നിങ്ങൾ സഹായിക്കണം. തിരുവചന ധ്യാനത്തിലും കുടുംബ പ്രാർത്ഥനയിലും നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കും. ഓരോ ഞായറാഴ്ചയും പള്ളിയിൽ മേടിക്കുമ്പോൾ കർത്താവ് നമ്മളെ വിളിക്കുന്ന ബോധത്തിൽ പള്ളിയാരിന് സമ്മതിക്കുന്നവരും ആയിരിക്കും. നിങ്ങളുടെ വിശേഷിച്ച കുർബാനയിൽ പൂർണ്ണമായി പങ്കെടുക്കും. നിങ്ങൾക്ക് ലഭിക്കുന്ന പണം, സമയം, കഴിവ് ഇവയിലെല്ലാം ദൈവത്തിൻ്റെ കാര്യവിചാരങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി ലഭിക്കുന്ന വരുമാനത്തിൻ്റെ ഒരംശം വേർതിരിച്ച് ദാനധർമ്മങ്ങൾക്കായി സുവിശേഷതയ്ക്കായിട്ട് നൽകും. ഇപ്രകാരമുള്ള ക്രിസ്തീയ കുടുംബജീവിതം അനുഭവിക്കുവാൻ ദൈവം തമ്പുരാൻ നിങ്ങളെ സഹായിക്കട്ടെ. ആശീർവാദത്തിനായി എല്ലാവർക്കും എഴുന്നേൽക്കാം. എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീകമായ ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടെ സംബന്ധിച്ച എല്ലാവരെയും ദൈവമായ അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധരുമായ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ഈ വിശുദ്ധ വിവാഹ കുദാശ ഇവിടെ പൂർത്തിയാക്കപ്പെട്ടു. പ്രിയമുള്ളവരെ, നിങ്ങളൊരു വാക്ക് പ്രത്യേകിച്ച് സന്തോഷം അറിയിക്കട്ടെ. കാരണം ഈ ശുശ്രൂഷ ആരംഭിച്ചത് മുതൽ ഇതുവരെ നിങ്ങളെല്ലാവരും വളരെ പ്രാർത്ഥനയോടും അച്ചടക്കത്തോടും ശുശ്രൂഷയിൽ സംബന്ധിച്ചല്ലോ. നിങ്ങളുള്ള കടപ്പാട് ഈ കുടുംബത്തിന് വേണ്ടി ഇടവകയ്ക്ക് വേണ്ടി അറിയിക്കുക. ഒരു കാര്യം കൂടി ഓർപ്പിക്കട്ടെ, ഈ കുഞ്ഞുങ്ങളെ നമ്മുടെ പ്രാർത്ഥന ഓർക്കുക. അവരുടെ കുടുംബജീവിതം അനുഗ്രഹകരമായി തീരുവാൻ നമ്മൾ തുടർന്ന് പ്രാർത്ഥിക്കണമേ എന്ന് ഈ സമയത്ത് സ്നേഹത്തോടെ ഓർമ്മിക്കുന്നു. മിസ്സസ് ആൻഡ് മിസ്റ്റർ റോഷൻ ഉമ്മൻ ഐപ്പിന്റെ ബഹുമാനാർത്ഥവും കുടുംബത്തിന്റെ സന്തോഷ സൂചകമായി
ഓർത്തഡോക്സ് കണ്ണങ്ങാട് ഓർത്തഡോക്സ് ഇടവകയുടെ ഓഡിറ്റോറിയത്തിൽ വെച്ച് റിസപ്ഷൻ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു. ആയതിലേക്കും ഈ കുടുംബത്തിന് വേണ്ടി നിങ്ങളെല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യട്ടെ. ഈ കുഞ്ഞുങ്ങളെ കണ്ട് ആശംസ അറിയിക്കുന്നതിനും നിങ്ങൾ ആരും മറക്കരുത് എന്ന് സ്നേഹത്തോടെ ഓർമ്മിക്കട്ടെ. ഇപ്പോൾ മണവാളൻ മണവാട്ടി സ്തോത്രകാഴ്ച സമർപ്പിക്കും. ഇരുവരും വിവാഹ രജിസ്റ്റർ ഒപ്പുവെക്കും. അവരോടൊപ്പം തന്നെ രണ്ട് ഭാഗത്തും ഓരോ സാക്ഷികളും ഒപ്പുവെക്കും. നിങ്ങൾ എല്ലാവരോടും പ്രത്യേകം ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയ കെ എൻ ജോണച്ചനോടും സംഘകാർമ്മികർക്ക് വഹിച്ച ബഹുമാനമുള്ള പട്ടക്കാരെല്ലാവരോടുമുള്ള കടപ്പാടും സ്നേഹവും ആദരവും കുടുംബത്തിന് വേണ്ടി ഇടവയ്ക്ക് വേണ്ടി ഏറെ വിനയത്തോടെ അറിയിക്കട്ടെ. ദൈവം തന്നെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ഗായക സംഘം മംഗളഗാനം ആരംഭിക്കും. Sunlight fell, it reminded me that life can be so gracious sometimes. And I felt like everything around me was connected somehow. At night I hear the rhythm of the ocean as it breaks on the shore. And I think about all the things that I am grateful for. And they say, hold on to the ones you love, keep them close to you. And they say, hold on to this time we have, and let the light shine through. Sometimes I get a little bit emotional when I see love unfold. Two hearts bound by reflections of the memories they'll forever hold. And they say, hold on to the ones you love, keep them close to you. And they say, hold on to this time we have, and let the light shine through. And we thank those people who were with us earlier at the Emmanuel Mahatma Church for the wedding ceremony. And for those who just joined in, welcome. Here we are for the most exciting part, the reception of our newlyweds in celebration of the beginning of the new life together. I am here with you, the RMC for today. So first of all, our congratulations to all of you. So in today is not just a celebration, it's a divine appointment. As the word of God reminds us in Psalm 118:24, this is the day which the Lord has made. Let's rejoice and be glad in it. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസമാകുന്നു, നാം അതിൽ സന്തോഷിച്ച് ആനന്ദിക്കണം. With hearts full of gratitude, welcome you all to witness and celebrate the holy union of two lives
ദൈവമായ കർത്താവേ, ഞങ്ങളുടെ അനുഗ്രഹിക്കപ്പെട്ട മക്കളാകുന്ന പ്രിയപ്പെട്ട റോഷത്തിനെയും നിധിയെയും ഓർത്ത് സ്തോത്രം. ഇന്ന് വിശുദ്ധ വിവാഹ കൂദാശയിലൂടെ അവരെ ഒന്നാക്കി തീർത്ത അവിടുത്തെ മഹനീയമായ മഹത്തായ ദയക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. രണ്ട് കുടുംബങ്ങളിൽ ജനിച്ചു വളർത്തപ്പെട്ട ഈ നിന്റെ മക്കൾ ഇന്ന് അവിടുത്തെ കൃപയാൽ ഒന്നിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ, അനുഗ്രഹങ്ങൾ, ആശീർവാദം പ്രിയപ്പെട്ടവരുടെ കുടുംബജീവിതത്തിൽ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ സന്തോഷ സൂചകമായി ഇന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് ചേർന്ന് വരുവാനും കർത്താവ് വിവിധ സൽക്കാരത്തിൽ പങ്കെടുക്കുവാനും അവിടുന്ന് അനുവദിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവ് നിന്റെ നാമത്തിലാണല്ലോ ഞങ്ങൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. ഞങ്ങൾക്കായി നൽകപ്പെട്ടിരിക്കുന്ന എല്ലാ നന്മകൾക്കായി നന്ദി പറയുന്നു. ഞങ്ങളെല്ലാവരും ചേർന്ന് ഈ നിന്റെ മക്കളുടെ അനുഗ്രഹത്തിന് വേണ്ടി, നന്മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ ഏറിയ ദൈവകൃപയാൽ നിറയ്ക്കണമേ. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളും സൽക്കാരങ്ങളും എല്ലാം അനുഗ്രഹമാക്കി തീർക്കണമേ. ഇന്ന് ഞങ്ങൾക്കായി വിളമ്പപ്പെട്ടിരിക്കുന്ന ഭക്ഷണത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇതിനെ അനുഗ്രഹിക്കണമേ, ആസ്വദിക്കണമേ. ഭക്ഷിച്ച് പാനം ചെയ്ത് നിന്റെ നാമത്തിന് മഹത്വത്തിനായി ജീവിക്കാൻ മശിയാ മൂലം ഞങ്ങൾ എല്ലാവരെയും സഹായിച്ച് അനുഗ്രഹിച്ചു. I would give up forever to be somebody to you. And I hate when we fight and forget it's not me versus you. I don't want pain, I don't want hurt, I don't want sorrow, I don't want lies, I don't want tears, I don't want shallow. I have my faults, I know what they for, and for that I'm sorry. I'm trying, baby, 'cause I want you. Wishing I would be enough, 'cause I don't wanna lose. Waking up and knowing that we'd still choose. Krishna,
waited with hope. I prayed through the night, dreaming of someone to share in this life. Then you walked in with love in your eyes, a promise unfolding, a holy surprise. Holy surprise. In God's perfect time, He brought you to me. Not a second too late, not too early. Every tear, every prayer led to this day. In God's perfect time, love found its way. Journeyed alone, now we walk side by side, two hearts as one, with Jesus our guide. The past is behind, the future is bright. His grace wrote our story, His love is our light. In God's perfect time, He brought you to me. Not a second too late, not too early. Every tear, every prayer led to this day. In
way. We'll build our home on mercy and grace. With faith as our foundation, love will never fade. Through every season, come joy or pain, we'll trust in the one who knows our name. In God's perfect time, He brought you to me, wrote our love story so beautifully. Every step, every turn led to this day. In God's perfect time, love found its way. May your favor fill this home. May your peace within it grow. Hand in hand before your throne, here they stand in love alone. In the joy and in the tears, walk beside them through the years. Lead them in your holy light. Be their strength by day and night. May the Lord now bless and keep you. Shine His face in grace upon you. Turn His face and walk beside you. Give you peace forevermore. When the seasons rise and change, keep their faith through every age. Let them serve and love as one, Till their earthly race is done. for their children, generations, for your love through every nation. Let your mercy, Like a river, flow through them forever. May the Lord now bless and keep you. Shine His face in grace upon you. Turn His face and walk beside you. Give you peace forevermore. Peace forevermore.
look so wonderful in your dress. I love your hair like that, the way it falls on the side of your neck, down your shoulders and back. We are surrounded by all of these lies, and people that talk too much. You got the kind of look in your eyes as if no one knows anything but us. Should this be the last thing I see, I want you to know it's enough for me. 'Cause all that you are is all that I'll ever need. I'm so in love, so in love, so in love, so in love. You look so good. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹമാണ് സ്വർഗത്തിൽ ആളത്തോളം പറഞ്ഞ് അനുഗ്രഹിച്ചു ഈ വിവാഹത്തിൻ്റെ തുടക്കം മുതൽ ഈ സമയത്ത് ഇയാളുടെ ദൈവങ്ങൾക്കായി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവിടുത്തെ കാര്യങ്ങൾ സമർപ്പിക്കാൻ പ്രാർത്ഥിക്കാൻ അവരുടെ കുടുംബങ്ങൾ തുടങ്ങുമ്പോൾ അവിടത്തോട് ചേർന്ന് അനുഗ്രഹിക്കപ്പെട്ട കുടുംബം നയിക്കാൻ ഞങ്ങളുടെ കുടുംബം വഴിയാക്കാൻ പ്രാർത്ഥിക്കുന്നുണ്ടാവും. രണ്ട് കുടുംബങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടാവും. രണ്ട് കുടുംബങ്ങളെ ഒന്നായി ഒരുമിച്ച് ദൈവത്തെ മുന്നോട്ട് പോകാൻ സ്വർഗത്തിൽ വഴിയാക്കാൻ പ്രാർത്ഥിക്കുന്നുണ്ടാവും. ഇതിനും തലവണ കഴിക്കുന്ന എല്ലാ മക്കളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൂരത്ത് വന്നവരെ സമൂഹത്തുള്ളവർ കൂട്ടുകാരായിട്ടുള്ളവർ നല്ലൊരു കർത്താവ് കടന്നു പോകാൻ സഹായിച്ചു. എല്ലാവരുടെയും യാത്ര എല്ലാം കൂടി സഹായിച്ച കർത്താവ് ആദ്യം അവസാനം അപ്പൻ്റെ സാന്നിധ്യത്താൽ കൃപയ്ക്കായി ഒരു കാര്യങ്ങളോട്ട് കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ച് ബലപ്പെടുത്തി അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങൾ നയിപ്പാൻ തക്കൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇടയാക്കിനെ പ്രാർത്ഥിക്കുന്നു കർത്താവ്. കൂടെ നിന്ന് വഴി നടത്തുന്നു, ശക്തിയിരിക്കുന്ന ബലപ്പെടുത്തുന്നു. ഈ കുടുംബത്തോട് കൂടിയിരിക്കുന്ന പ്രാർത്ഥിക്കാവും. എല്ലാ അനുഗ്രഹങ്ങളാലും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നിറയ്ക്കണമെന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവന്റെ യേശുക്രിസ്തു നാമത്തിൽ പ്രാർത്ഥന ദൈവം. I found a love for me. Darling, just dive right in, follow my lead. Well, I found a girl, beautiful and sweet. Well, I never knew you were the someone waiting for me. 'Cause we were just kids when we fell in love, not knowing what